ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നാടൻ നെയ്യ് എങ്ങനെയൊന്ന് തയ്യാറാക്കാമെന്നൊന്ന് പരിചയപ്പെടുത്താനാണ്. ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ്. എന്നാലും നിങ്ങളെ അധികം ഞാൻ ലാഗ് അടുപ്പിക്കാതെ പെട്ടെന്ന് വീഡിയോ ചെയ്ത് കാണിക്കാം. ആദ്യം നമ്മൾ പാലിൻ്റെ പാൽപ്പാട എടുത്ത് ഫ്രീസറിൽ ഒരു 1.5 മാസത്തെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഞാനിപ്പോൾ എടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഐസ് ക്യൂബ്സും ഐസ് വാട്ടറൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഒരു വട്ടം അടിച്ചെടുക്കണേ നിങ്ങളെ കാണിക്കണുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി അങ്ങോട്ട് ലാഗായിപ്പോവും. അപ്പോൾ എനിക്കും സമയമില്ല, നിങ്ങൾക്കും സമയമില്ല, തിരക്കുള്ളവരല്ല എല്ലാവർക്കും. അപ്പോൾ പെട്ടെന്ന് കണ്ടത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിപ്പോൾ അത് അടിച്ചെടുത്തിട്ട് 3-4 വട്ടം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ കിട്ടണ ഒരു ബട്ടറാണിട്ടത്, വെണ്ണ. ഇത് നമുക്ക് ബട്ടറായിട്ട് തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ തന്നെ എടുത്ത് ഫ്രീസറിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ആവശ്യമാണെങ്കിൽ ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് നമുക്കത് വറ്റിച്ചെടുക്കണം. ഒത്തിരി പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ഞാൻ കാണിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ആ വെണ്ണ എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അത് മുകളിൽ നിന്ന് വന്ന ആ വെണ്ണ എടുത്തിട്ട് വെള്ളത്തിൽ 3-4 വട്ടം ഇങ്ങനെ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്കാവും. അഴുക്ക് കംപ്ലീറ്റ് കളയണം, അല്ലെങ്കിൽ പിന്നെ നെയ്യ് ഒത്തിരി നാൾ ഇരിക്കുമ്പോൾ അത് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി തന്നെ എടുക്കണം. ഇനിയിപ്പോൾ ഞാനൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കണം. അതിലിരുന്നത് കുറേ സമയം, ഒരു 10-20-25 മിനിറ്റോളം ഇതിലിരുന്ന് തിളച്ച് അതിങ്ങനെ നെയ്യുടെ രൂപത്തിലേക്കായിട്ട് വരും. അതിലുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം വറ്റി അവസാനം നെയ്യുടെ രൂപത്തിലേക്കായിട്ട് വരും. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ ഈ നെയ്യിനേക്കാളും ഒത്തിരി ടേസ്റ്റാണ് കേട്ടത്. ആ നെയ്യുടെയും സ്മെല്ലിന് തന്നെ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് മായമൊന്നും ചേർക്കാതെ നല്ല നാടൻ നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ നെയ്യ് ഈ സ്റ്റേജിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പതയൊക്കെ പൊട്ടിത്തെറിക്കും, വെള്ളം പൊട്ടിത്തെറിക്കണം. അത് നിന്ന് കഴിയുമ്പോൾ അത് നമുക്ക് ഓഫാക്കാം. അത് ഞാൻ എന്നിട്ട് ബോട്ടിലേക്ക് മാറ്റി. ഇപ്പോൾ ഇത്ര ഉള്ളൂ.